പ്രൈസ് ലോർഡ്. ബി റൂട്ടഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്നത്തെ ചിന്തക്കായിട്ട് ആവർത്തനം 11-ന്റെ 11ഉം 12ഉം വാക്യങ്ങളാണ്. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി ആകാശത്തു നിന്നും പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു. പുതുവത്സര പ്രവേശനം സർവശക്തനായ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പരിപാലനമോർത്ത് അവിടത്തേക്ക് നന്ദി അർപ്പിക്കുവാനും മഹത്വപ്പെടുത്തുവാനും പറ്റിയ ഒരു സന്ദർഭമാകുന്നു. പുതുവത്സര ആശംസ പോലെ ഒരു വചനമാണ് മോശയുടെ ജനത്തിന് നൽകുന്നത്. അതിൽ അനുഗ്രഹവും അഭിവൃദ്ധിയും ദൈവസാന്നിധ്യവും അടക്കം ചെയ്തിരിക്കുന്നു. ഈ പുതുവത്സരത്തിൽ നമ്മുടെ ജീവിതപാതയിൽ ദുഷ്കരമായ പർവ്വതനിരകൾ, ചുട്ടുപൊള്ളുന്ന വേദനകൾ, നിയന്ത്രിക്കാനാവാത്ത പ്രശ്നങ്ങൾ എന്നിവയെല്ലാം കണ്ടെന്നു വരാം. പക്ഷേ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. യഹോവയുടെ ദൃഷ്ടി സദാസമയവും നമ്മുടെ മേലുണ്ടായിരിക്കും. മാത്രമല്ല, പുരാതനനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങൾ ഉണ്ട്. ആവർത്തനം 33:27 പറയുന്നു. കഴിഞ്ഞുപോയ സംവത്സരങ്ങളിലെ പരാജയങ്ങളിലേക്കും പാളിച്ചകളിലേക്കും നോക്കിയിരുന്ന് മനസ്സുമടുക്കാതെ അവയെ അംഗീകരിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്നുള്ള ഒരു പുത്തൻ യാത്രയ്ക്കായി തയ്യാറാകുക. യെശയ്യാവ് 43:18 പറയുന്നത് പോലെ ദൈവം ഓരോ ദിവസവും ഒരു മനുഷ്യന് നിശ്ചിത സമയം നൽകിയിട്ടുണ്ട്. പക്ഷേ അത് ഉപയോഗിക്കാതെ സമയം പാഴാക്കുകയാണ് ഓരോരുത്തരും ചെയ്യുന്നത്. സമയത്തിൻ്റെ വേഗത കൂട്ടുവാനോ കുറയ്ക്കുവാനോ നമുക്ക് സാധ്യമല്ല. അത് നഷ്ടപ്പെട്ടാൽ തിരികെ ലഭിക്കുകയുമില്ല. അതിനാൽ ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. എഫെസ്യർ 5:16 പറയുന്നു. സൃഷ്ടിയുടെ ആദിയിൽ 1-ാം ദിവസം ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. ഉൽപ്പത്തി 1:3. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു. പ്രതീക്ഷ നിർഭരമായ നാളെയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആ ദൈവശബ്ദം നമ്മിൽ ഓരോരുത്തരിലും മുഴങ്ങട്ടെ. നമ്മിലെ ഇരുൾ മാറി വെളിച്ചം പ്രകാശിക്കട്ടെ. ഒരു നവജീവന്റെ ചലനം ആരംഭിക്കട്ടെ. സമൂഹത്തിൽ സത്യസന്ധതയും വിശ്വസ്തതയും പാലിക്കുവാനും ദുഃഖിതർക്ക് ആശ്വാസവും ആശരണർക്ക് കൈത്താങ്ങലും നൽകുവാനും ദൈവമായുള്ള നിരന്തരമായ ആത്മിക ബന്ധത്തിൽ തുടരുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം തുറക്കുന്ന വഴികൾ ശ്രേഷ്ഠമേറിയതും അത്ഭുതകരവുമായിരിക്കും. ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവനാമത്തിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. ആമേൻ.